എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അധികാരം 105 നൽകുരവു ദാരിദ്ര്യം എന്നതിലെ 6ാമത്തെ കുറലുകൾ തൊട്ട് നോക്കാം. നറുപൊരുൾ നൻകുണർന്തു ചൊല്ലിനും നൽകുർന്താർ ചെറുപൊരുൾ ചോർവു പടും. നറുപൊരുൾ നൻകുണർന്തു ചൊല്ലിനും നൽകൂർന്താർ ചെറുപൊരുൾ ചോർവു പടും. തത്വമുണർന്നുരച്ചാലും ദരിദ്രന്റെ വാക്കിനർത്ഥം ക്ഷയിച്ചിടും. തത്വമുണർന്നുരച്ചാലും ദരിദ്രന്റെ വാക്കിന് അർത്ഥം ക്ഷയിച്ചിടും. നറുപൊരുൾ ആധികാരിക ഗ്രന്ഥങ്ങളിലും മറ്റും എടുത്തു പറയുന്ന തത്വത്തെ നൻകുണർന്നു നല്ലവണ്ണം അറിഞ്ഞ് ചൊല്ലിനും മറ്റുള്ളവർക്ക് നന്മയുണ്ടാകും വിധം പറഞ്ഞാലും നൽകൂർന്താർ ദരിദ്രനായ ആളുകളാണെങ്കിൽ ചൊറ് അവരുടെ ആ പറച്ചിൽ പൊരുൾ ചോർവു പടും അർത്ഥമില്ലാതായിത്തീരും. കാര്യങ്ങൾ നല്ല പോലെ ചിന്തിച്ചറിഞ്ഞ് പ്രകടിപ്പിക്കുന്ന പണ്ഡിതോചിതമായ അഭിപ്രായമാണെങ്കിൽ പോലും ദരിദ്രന്റെ ചൊല്ല് ആരും അംഗീകരിക്കുകയില്ല. നന്മയുണ്ടാക്കുന്ന വാക്കുകളാണെങ്കിലും ആരും കേട്ടതായി നടിക്കുകയില്ല. മറിച്ച് അധികാരസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട കോടീശ്വരനായ പമ്പരവിഡ്ഢിയുടെ വിവരക്കേടുകൾ കേൾക്കാൻ ജനം മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയും ചെയ്യും. അതാണ് ലോക സ്വഭാവം. ദരിദ്രനായി എന്ന ഒറ്റ കാരണം കൊണ്ട് പാണ്ഡിത്യത്തിന് വിലയില്ലാതായിത്തീരുന്നു. അപ്പോൾ ഒരു ദരിദ്രനായിട്ടുള്ള ഒരാൾ എല്ലാ കാര്യങ്ങളും നല്ല പോലെ വായിച്ചൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് അറിയാൻ പാകത്തിന് പറഞ്ഞു കൊടുത്താൽ പോലും ആ കാര്യങ്ങളൊന്നും ആരും അംഗീകരിക്കുകയില്ല. വളരെയധികം സമൂഹത്തിന് നന്മയുണ്ടാക്കുന്ന വാക്കുകളാണ് ഈ ദരിദ്രൻ പറയുന്നതെങ്കിലും ആരും കേട്ടതായി നടിക്കുക പോലുമില്ല. നേരെ മറിച്ച് അധികാരസ്ഥാനത്തൊക്കെ ഉള്ള കോടീശ്വരനായ പമ്പരവിഡ്ഢിയായിട്ടുള്ള ആൾക്കാരുടെ വിവരക്കേടുകൾ കേൾക്കാൻ ജനം മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയും ചെയ്യും. ഇതാണ് ലോക സ്വഭാവം. ഇവിടെ പണത്തിന് മാത്രമേ ജനങ്ങൾ വില കൽപ്പിക്കുള്ളൂ. പണക്കാർ പറഞ്ഞാൽ എന്തും സത്യമാണെന്ന് ജനം അംഗീകരിക്കുകയും ഒരു ദരിദ്രനായ ഒരാൾ എത്ര ഈശ്വര സാക്ഷാത്കാരം നേടിയ ഒരാളാണെങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് ആരും വിലവയ്ക്കുകയും ചെയ്യില്ല. അപ്പോൾ ദരിദ്രനായി എന്ന ഒറ്റ കാരണം കൊണ്ട് പാണ്ഡിത്യത്തിന് വിലയില്ലാതായിത്തീരുന്നു. അറഞ്ചാര നൽകുരവീൻ്റെതായാനും പിറൻ പോല നോക്കപ്പെടും. അറഞ്ചാര നൽകുരവീൻ്റെതായാനും പിറൻ പോല നോക്കപ്പെടും. ധർമ്മമില്ലാത്ത ദരിദ്രനെ തൻ്റെ പെറ്റമ്മയും അന്യനായി കാണും. ധർമ്മമില്ലാത്ത ദരിദ്രനെ തൻ്റെ പെറ്റമ്മയും അന്യനായി കാണും. അറംചാര ധർമ്മത്തോട് ബന്ധപ്പെടാത്തവനും നൽകുരവു ദാരിദ്ര്യമുള്ളവനുമായ ഈൻ്റ പ്രസവിച്ച തായാനും അമ്മയായാലും പോലും പിറൻ പോല അന്യനെ പോലെ നോക്കും. അതായത് അവഗണനയോടെ കണക്കാക്കുന്നു. ധർമ്മങ്ങൾ യഥാവിധി നിറവേറ്റുക എന്നതാണ് പുരുഷ ലക്ഷ്യം. അതിന് കഴിയാതെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുവനെ എല്ലാ പേരും അവഗണിക്കുക തന്നെ ചെയ്യും. എന്തിനധികം അവനെ പ്രസവിച്ച അമ്മ പോലും അന്യനായിട്ട് അവനെ കാണുന്നുള്ളൂ. പുത്രസ്നേഹം അവിടെ വെറും കടം. അപ്പോൾ ഒട്ടും സാമ്പത്തിക സ്ഥിതിയില്ലാത്ത ദരിദ്രനായിട്ടുള്ള ഒരാൾക്ക് ധർമ്മങ്ങൾ യഥാവിധി നിറവേറ്റാൻ സാധിക്കില്ല. അങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുവനെ സ്വന്തം പെറ്റമ്മ പോലും അന്യനായിട്ടേ കാണൂ എന്നാണ് പറയുന്നത്. അതിലപ്പുറത്തേക്ക് വേറൊരു കാര്യം പറയാനില്ലോ. അമ്മ പോലും ഈ ദരിദ്രനെ അന്യനായി കാണുകയാണ്. അവൻ്റെ ധർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാൻ ഈ ദാരിദ്ര്യം കാരണം സാധിക്കാത്തതാണ് കാരണം. അപ്പോൾ അതിന് അവിടെ പുത്രസ്നേഹം എന്ന് പറയുന്നത് വെറും കടമാണെന്നാണ് പറയുന്നത്. ഇൻറ്റും വരുവതു കൊല്ലോ നെരുനലും കൊൻ്റതു പോലും നിരപ്പു. ഇൻറ്റും വരുവതു കൊല്ലോ നെരുനലും കൊൻ്റതു പോലും നിരപ്പു. ഇന്നും വരുന്നുവോ കൊല്ലുവാൻ ഇന്നലെ കൊല്ലാതെ കൊന്ന ദാരിദ്ര്യം. ഇന്നും വരുന്നുവോ കൊല്ലുവാൻ ഇന്നലെ കൊല്ലാതെ കൊന്ന ദാരിദ്ര്യം. നെരുനലും ഇന്നലെയും കൊൻ്റതുപോലും കൊന്നതിനു തുല്യമായ ദുരിതങ്ങൾ വരുത്തിവെച്ച നിരപ്പു കഠിന ദാരിദ്ര്യം. ഇൻറ്റും ഇന്നു വീണ്ടും വരുവതുകൊൽ വന്നു ചേരുകയാണോ. ദാരിദ്ര്യത്തിൻ്റെ കാഠിന്യം അതനുഭവിച്ചതിനെ അറിയൂ. ആക്രമിച്ച് കീഴടക്കാനോ വധിക്കുവാൻ തന്നെയോ പാഞ്ഞെടുക്കുന്ന ശത്രുക്കളേക്കാൾ ഭയമാണ് ദാരിദ്ര്യം വരുന്നു എന്ന് കേൾക്കുമ്പോൾ. വന്നാൽ തന്നെ എന്നേക്കുമായി കൊല്ലുമോ.
താൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു നിസ്സഹായ അവസ്ഥയാണ് ഉണ്ടാവുക. ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ആ കഠിനത അത് അനുഭവിച്ചവന് മാത്രമേ അറിയൂ. ആക്രമിക്കാൻ കൊന്നൊടുക്കാൻ വരുന്ന ശത്രുക്കളേക്കാൾ ഭയമാണ് ദാരിദ്ര്യം വരുന്നതെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക്. വന്നാൽ എന്നേക്കുമായി കൊല്ലുമോ, എന്താണ് ഇനി ചെയ്യുക എന്നൊക്കെയുള്ള ഒരു നിസ്സഹായ അവസ്ഥയാണ് അനുഭവപ്പെടുക. നെരുപ്പിനുൾ തുഞ്ചലും ആകും നിരപ്പിനുൾ യാതൊന്റും കൺപാടരിതു. നെരുപ്പിനുൾ തുഞ്ചലും ആകും നിരപ്പിനുൾ യാതൊന്റും കൺപാടരിതു. തീയിലും വീണുറങ്ങിടാം ഉറങ്ങുവാനാവില്ല ദാരിദ്ര്യത്തീയിൽ. തീയിലും വീണുറങ്ങിടാം ഉറങ്ങുവാനാവില്ല ദാരിദ്ര്യത്തീയിൽ. നെരുപ്പിനുൾ എന്ന് പറഞ്ഞാൽ എരിയുന്ന തീയിൽ കിടന്ന്, തുഞ്ചലും ഉറങ്ങുവാനും, നിരപ്പിനുൾ ദാരിദ്ര്യത്തിനുള്ളിൽ, യാതൊന്റും ഒന്നുകൊണ്ടും, കൺപാടോ കണ്ണടയ്ക്കുവാൻ അരിത് സാധ്യമല്ല. വല്ല മരുന്നോ മന്ത്രതന്ത്രങ്ങളോ യോഗസിദ്ധിയോ മൂലം ഒരാൾക്ക് ആളിപ്പടരുന്ന തീക്കുള്ളിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞു എന്ന് വരാം. പക്ഷേ ദാരിദ്ര്യമാകുന്ന തീക്കുള്ളിൽ ഒരുവനെ ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റില്ല. സാക്ഷാൽ അഗ്നിയേക്കാൾ എത്രയോ കൊടിയതാണ് ദാരിദ്ര്യാഗ്നി. എന്താ പറയണമെന്ന് വെച്ചാൽ നല്ല മരുന്നുകളോ മന്ത്രതന്ത്രങ്ങളോ യോഗസിദ്ധിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് ചിലപ്പോൾ ആളിക്കത്തുന്ന തീയിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞു എന്ന് വരാം. പക്ഷേ ദാരിദ്ര്യമാകുന്ന ഈ തീയുണ്ടല്ലോ, അത് വന്നുപെട്ടാൽ ഒരുവന് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളായിരിക്കും. പിന്നെ ദാരിദ്ര്യത്തിനുള്ളിൽ നിന്ന് ഒരാൾക്കും ഒരു പൊള കണ്ണടയ്ക്കാൻ സാധിക്കില്ല. അഗ്നിയേക്കാൾ എത്രയോ ഉപദ്രവകാരിയാണ് ദാരിദ്ര്യാഗ്നി. തുപ്പുരവില്ലാർ തുവരത്തുറവാമൈ ഉപ്പിറുകും കാടിക്കും കൂറ്റു. തുപ്പുരവില്ലാർ തുവരത്തുറവാമൈ ഉപ്പിറുകും കാടിക്കും കൂറ്റു. നിൽപ്പുകെട്ടോർ സന്യസിക്കായിൽ അന്യർതൻ ഉപ്പിനും കഞ്ഞിക്കും അന്ത്യം. നിൽപ്പുകെട്ടോർ സന്യസിക്കായിൽ അന്യർതൻ ഉപ്പിനും കഞ്ഞിക്കും അന്ത്യം. തൃപ്പുരവില്ലാർ, തുപ്പുരവില്ലാർ എന്ന് പറഞ്ഞാൽ സ്വന്തമായി അനുഭവിക്കാൻ യാതൊന്നുമില്ലാത്ത ദരിദ്രന്മാർ. തുപ്പുരവില്ലാർ. തുവരത്തുറവാമൈ പൂർണ്ണമായും രംഗമൊഴിഞ്ഞ് സന്യസിക്കാത്ത പക്ഷം. ഉപ്പിറുകും ഉപ്പിനും, കാടിക്കും കഞ്ഞിക്കും, കൂറ്റു കാലൻ പോലെ. ദാരിദ്ര്യം കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതായവർ അനുഭവിക്കാൻ സ്വന്തമായി യാതൊന്നുമില്ലാതെ എന്തിനും ഏതിനും അന്യൻ്റെ വസ്തുക്കളെയും ഔദാര്യത്തെയും ആശ്രയിച്ച് ദിവസങ്ങൾ തള്ളിവിടുന്നവർ എത്രയും വേഗം ലൗകിക ജീവിതം വെടിഞ്ഞ് സന്യാസം സ്വീകരിച്ച് ഉള്ള മാനം കാക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യാത്ത പക്ഷം അവർ മറ്റുള്ളവരുടെ ഉപ്പിനും കഞ്ഞിക്കും കാലനായി തീരുന്നു എന്നേ പറയാവൂ. ദാരിദ്ര്യം കൊണ്ട് ഒരിക്കലും ദാരിദ്ര്യത്തെ കീഴടക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായിട്ടുള്ള ആൾക്കാരെ, നിൽക്കക്കള്ളിയില്ലാതെ ആയിട്ടുള്ള ആൾക്കാരെ, അവരുടെ കയ്യിൽ അനുഭവിക്കാനായിട്ട് സ്വന്തം ഒന്നും ആയിട്ട് ഒരു സമ്പത്തും ഒന്നും ഉണ്ടാവില്ലല്ലോ. എപ്പോഴും അന്യൻ്റെ വസ്തുക്കളെയും അവരുടെ ഔദാര്യത്തെയൊക്കെ ആശ്രയിച്ചിട്ട് വേണ്ടി വരും അവർക്ക് ജീവിക്കാൻ. ഇങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് ലൗകിക ജീവിതം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് ഉള്ള മാനം സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാത്ത പക്ഷം അവർ മറ്റുള്ളവരുടെ ഉപ്പിനും കഞ്ഞിക്കും കാലനായിത്തീരും എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ തിരുവള്ളുവർ പറയുന്നത്. അപ്പോൾ അധികാരം കഴിഞ്ഞു. നാളെ അധികാരം 106 ഇരവു യാചന, അത് നമുക്ക് നാളെ നോക്കാം. നന്ദി.